ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ. ബാറ്റി പ്രിന്റുകളാണ് അതിനകത്തേക്ക് വരുന്നത്. പ്ലസ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഹക്കോബ പാറ്റേണും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല കുഞ്ഞൊരു ഫ്ലവറിന്റെ ഒക്കെ ഒരു പാറ്റേണിലേക്കാണ് അത് വരുന്നത്. നല്ല രസമുള്ള വളരെ ചെറിയ ചെറിയ ഹോൾസുമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നതായിട്ട് ഹക്കോബയുടെ കോമ്പിനേഷൻ ആ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഹക്കോബ വരുന്നുണ്ട്. പ്ലസ് ആ ഒരു ബാറ്റിക് പ്രിന്റുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ദാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഇത്രയും രീതിയിൽ ഇതുപോലെ ഒരു ലേസ് കൊടുത്തിട്ടാണ് അതിന്റെ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ ടോണിലേക്ക് തന്നെ ഒരു ലേസ് കൊടുത്തിട്ടാണ് അതിന്റെ ഫിനിഷിങ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് ഈ ഒരു ബാറ്റിക് പ്രിന്റുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ഹക്കോബ പാറ്റേൺ ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 47-48 ആണ് നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നത്. പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ പ്രിന്റുകൾ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഷോൾഡർ എൻഡ് ഭാഗത്തേക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇതുപോലെ ആ ഒരു പ്രിന്റുകൾ വരുന്നുണ്ട്. എൻഡിൽ ഇതുപോലെ കുഞ്ഞൊരു ലേസ് കൊടുത്തിട്ടാണ് ഷോളിന്റെ എൻഡ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. 2.4 ഷോളിന്റെ ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് വരുന്നതും പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഹെവി ആയിട്ടുള്ള ആ ഒരു ബാറ്റി പ്രിന്റുകൾ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കിട്ടുന്നുള്ളവർക്ക് ഒരു ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. കോട്ടൺ തന്നെയാണ് വരുന്നത്. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1295 ആണ്. നമുക്ക് ഇതിന്റെ 8 ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ആ ഒരു പ്രിന്റുകൾ എല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ബാറ്റി പ്രിന്റുകൾ ഇതിനകത്ത് ഓൾ ഓവർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് സ്കാറ്റേഡ് ആയിട്ടാണ് വന്നത്. ഇതിൽ ഓൾ ഓവർ വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. ഹക്കോബയുടെ ആ ഒരു പാറ്റേൺ ഫുള്ളായിട്ടും ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് അത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ എൻഡിലേക്ക് ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് അത് ഫിനിഷിങ് വരുന്നത്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ടിലും അത് ഉള്ളതുപോലെ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും ഹെവി ആയിട്ട് തന്നെ പ്രിന്റുകൾ പോകുന്നുണ്ട്. നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതിന്റെ ഷോളിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ എങ്ങനെയാണ് ഷോൾ വരുന്നത്. ചെറിയൊരു ചെക്ക് പാറ്റേൺ പോലെ ഒരു ത്രെഡിന്റെ ഒരു വീവിങ് പോകുന്നുണ്ട്. ബോർഡേഴ്സ് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകൾ പോകുന്നു. എൻഡിലേക്ക് ഹെവി ആയിട്ട് തന്നെ പ്രിന്റുകൾ വിത്ത് ലേസോട് കൂടിയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോട്ടത്തിലും ഇതുപോലെ തന്നെ ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെയാണ് ഇതിലേക്കും പോകുന്നത്. ഹെവി ആയിട്ട് തന്നെ ആ ഒരു ഹക്കോബയുടെ പാറ്റേണും വരുന്നുണ്ട്. സിംഗിൾ ലെയർ ആയിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. കുഞ്ഞു ആ ഒരു ഇതാ വരുന്നത് ഫ്ലവറിന്റെ ഒരു പാറ്റേൺ. എൻഡിലേക്ക് ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ബാക്ക് സൈഡിലേക്ക് പ്രിന്റുകൾ തന്നെ ഹെവി ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. നല്ല രസമാണ്. ഷോളൊക്കെ നല്ല ഒതുങ്ങി നന്നായിട്ട് കിടന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിന്റെ മെറ്റീരിയലാണ് വരുന്നത്. ഷോൾ എൻഡിലേക്ക് വരുമ്പോൾ ഹെവി ആയിട്ട് പ്രിന്റുകൾ വിത്ത് ലേസോട് കൂടിയിട്ട് ഫിനിഷിങ് ചെയ്യുന്നു. ഇതാണ് ബോട്ടം വരുന്നത്. പ്യുവർ കോട്ടൺ തന്നെ മെറ്റീരിയൽ. സെയിം കളർ ടോണിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകളും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു പിങ്കിഷ് റെഡ് കളറാണ് കേട്ടോ. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്തേക്കും വരുന്നത്. ഇങ്ങനെ ലേസ് താഴേക്ക് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് പ്രിന്റുകൾ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്. ഷോള് വരുന്നത് ഇങ്ങനെ. ഷോളിന്റെ എൻഡിലേക്കും ആ ഒരു ലേസിന്റെ ചെറിയൊരു പാറ്റേൺ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തും ബോട്ടം ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഹെവി ആയിട്ടുള്ള ആ ഒരു പ്രിന്റുകളോട് കൂടിയിട്ട് ബോട്ടം വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സാൻഡൽ ഷെയ്ഡ്. സാൻഡൽ തീരെ ലൈറ്റ് ഷെയ്ഡ് അല്ല, നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സാൻഡൽ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു പാറ്റേണിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ ഹോൾസ് പ്ലസ് ചെറിയൊരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് എക്സ്ട്രാ അതിനകത്തേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ്. കോട്ടണിൽ നമുക്ക് നോർമലി കിട്ടാത്ത കുറച്ച് കളേഴ്സ് ഒക്കെ ഇതിനകത്തേക്കും വരുന്നുണ്ട്. എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതാ ഹെവി ആയിട്ട് തന്നെ ബാക്ക് സൈഡിലേക്കും പ്രിന്റുകൾ പോകുന്നു. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. നല്ല ലെങ്ത് ഷോളിനും വരുന്നുണ്ട്. ബോർഡേഴ്സ് വരുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ ഷോളിന്റെ എൻഡ് ഭാഗം വരുന്നു. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകൾ പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. ഇതിനകത്തേക്കും ആ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള പ്രിന്റുകളാണ് ബാറ്റി പ്രിന്റുകളാണ് പോകുന്നത്.
ഹെവി ആയിട്ട് ഹക്കോബയുടെ പാറ്റേൺ വരുന്നു. എൻഡ് ഭാഗം നല്ല രീതിയിൽ തന്നെ ആ ഒരു ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും സ്കാറ്റേഡ് ആയിട്ടാണ് ഇതിനകത്ത് പ്രിന്റുകൾ പോകുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് ഷോള് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് ബോട്ടം ഹെവി ആയിട്ട് വരുന്നത്. ഇതിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് ടോപ്പ് വരുന്നിടത്ത് ഇതുപോലെ ബോട്ടം ഹെവി ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളർ അല്ലേ, ആഷ് ആ ഒരു ഗ്രേ കളറിലേക്ക് പോകുന്ന ആ ഒരു ഒരുപാട് അങ്ങ് ഡാർക്ക് ഗ്രേ ആയിട്ട് വരത്തില്ല. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എങ്ങനെ വരുന്നതും ഹെവി പ്രിന്റുകൾ വരുന്നത് തന്നെയാണ്. ഇതിലേക്ക് ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഹെവി ആയിട്ട് പ്രിന്റുകൾ പോകുന്നു. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഹക്കോബയുടെ പാറ്റേൺ പോകുന്നുണ്ട് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ, ഇതാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നതും ബോട്ടത്തിൽ സ്കാറ്റേഡ് ആയിട്ടാണ് ആ ഒരു പ്രിന്റുകൾ പോകുന്നത് വൈറ്റ് കളറിലേക്ക്. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഇതിലും സ്കാറ്റേഡ് ആയിട്ടുള്ള പ്രിന്റുകളാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ എൻഡിലേക്ക് ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും ഇങ്ങനെയാണ് പ്രിന്റുകൾ വന്നത്. ഫ്രണ്ടിൽ വരുന്ന അതേ സെയിം പ്രിന്റുകൾ തന്നെ ബാക്ക് സൈഡിലേക്കും പോകുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ അങ്ങനെ ഷോള് വരുന്നത്. ഷോളിന്റെ രണ്ട് എൻഡിലേക്കും ഹെവി ആയിട്ട് തന്നെ പ്രിന്റുകൾ കൊടുത്തിട്ട് ലേസ് ഒരു കുഞ്ഞ് ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് പ്രിന്റുകൾ ബോട്ടത്തിലേക്ക് വരുന്ന ബാട്ടി പ്രിന്റുകളാണ് പോകുന്നത്. പ്രൈസ് ഇതിന്റെയും സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. ഇന്നത്തെ നമ്മുടെ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.